ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഏതൊരു മനുഷ്യനും ഈ ലോക വിഷയങ്ങളെ സദാ സ്മരിച്ചുകൊണ്ടും ഇതിനൊക്കെ ആധാരഭൂതമായിരിക്കുന്ന പരമാത്മാവിനെ മറന്നുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ഇതാണ് ഒരു മനുഷ്യൻ്റെ എല്ലാവിധത്തിലുള്ള ദുർഗതിക്കും ദുഃഖത്തിനും അശാന്തിക്കും പ്രശ്നത്തിനും കാരണമായിരിക്കുന്നത്. എന്നാൽ മനസ്സ് തൻ്റെ ഉൽപ്പത്തി സ്ഥാനത്തേക്ക് തിരിച്ചു പോകുമ്പോൾ പരമമായ സുഖവും ശാന്തിയും അനുഭവമാകും. അതുകൊണ്ട് അത് നഷ്ടമാവാൻ കാരണം ആത്മവിസ്മൃതിയും മിഥ്യാ വിഷയാഭിനിവേശവും ഭയവും മറ്റുമുണ്ടാവാതാകയാലും മനസ്സിനെ. നമുക്ക് ഭയവും ദുഃഖവും പരിഭ്രമവും ഉണ്ടാവാൻ എന്താണ് കാരണം എന്ന് പറയുന്നു? ആത്മവിസ്മൃതിയും ഈ ലോകവസ്തുക്കളോടുള്ള അമിതമായ അഭിനിവേശവും. ഇതില്ലാതെ തനിക്ക് ജീവിക്കാനേ സാധിക്കില്ല എന്ന അവസ്ഥ. ഇതാണ് ഒരു മനുഷ്യനെ ഇവിടെ മിഥ്യാഭ്രമത്തിൽ ആഴ്ത്തുന്നത്. ഇതിൽ നിന്ന് മോചിതനാകാതെ ഒരിക്കലും തനിക്ക് ശാന്തി കൈവരിക്കാൻ സാധിക്കുകയില്ല. അതാണ് ആത്മവിസ്മൃതിയും മിഥ്യാ വിഷയാഭിനിവേശവും ഭയവും മറ്റുമുണ്ടാവാതാകയാൽ അമ്മനസ്സിനെ. അങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നനിർഭരമായി ദുഃഖഭൂയിഷ്ടമായിരിക്കുന്ന മനസ്സിനെ എന്തു ചെയ്യണം? ഭഗവത് സന്നിധാനത്തിൽ അണപ്പാൻ മതിയുള്ളവർ അഭ്യസിക്കേണമാവോളം അതിനാം മർത്യജീവിതം. ഭഗവത് സന്നിധാനത്തിൽ നമ്മുടെ മനസ്സിനെ അർപ്പിക്കും ബുദ്ധിയുള്ള ഒരാൾ. അതിനുള്ള പരിശീലനമാണ് നാം ചെയ്യേണ്ടത്. അതിനാണ് ഈ മർത്യ ജീവിതം. മനുഷ്യന്മാരല്ലാത്ത അനേക ജന്തുവർഗങ്ങൾ ഇവിടെയുണ്ട്. അവർ ഉണ്ണാനും ഉറങ്ങാനും വംശം നിലനിർത്താനും വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. എന്നാൽ മനുഷ്യനാകട്ടെ ഊണും ഉറക്കവും ഇണയും മാത്രമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് വരികിൽ ആ മൃഗത്തിനും മനുഷ്യനും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന് ഉത്കൃഷ്ടമായ ഈ ദേഹത്തിലിരിക്കുമ്പോൾ, അതും ആരോഗ്യമുള്ളപ്പോൾ, ബുദ്ധിശക്തി വേണ്ടതുപോലെ പ്രവർത്തിക്കുമ്പോൾ നാം അറിയേണ്ടതറിഞ്ഞ് അത് തൻ്റെ ജീവിതത്തിൽ പരിശീലിച്ച് അത് സ്വാനുഭവത്തിൽ വരുത്തിയാൽ മാത്രമേ കൃതകൃത്യത നമുക്കനുഭവമാകുള്ളൂ. അതുകൊണ്ട് ഭഗവത് സന്നിധാനത്തിൽ അണപ്പാൻ മതിയുള്ളവർ. ഭഗവത് സന്നിധിയിൽ അണയ്ക്കാനായിരിക്കണം നമ്മുടെ മനസ്സിനെ അഭ്യസിപ്പിക്കേണ്ടത്. അഭ്യസിക്കണമാവോളം. അത് എന്ത് ശ്രമം ചെയ്തും നമ്മുടെ മനസ്സിനെ ആ ഭഗവത് സന്നിധാനത്തിൽ നിർത്താനായിട്ട് നിരന്തരമായ പരിശീലനം ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനു വേണ്ടിയാണ് മനുഷ്യജീവിതം. അതിനുവേണ്ടിയാണ് വിവേകവും ബുദ്ധിയും ഈ വിശാലമായ മസ്തിഷ്കവും നമുക്ക് തന്നിരിക്കുന്നത്. ഭഗവത് സന്നിധാനത്തിൽ അണപ്പാൻ മതിയുള്ളവർ അഭ്യസിക്കേണമാവോളം അതിനാം മർത്യജീവിതം.